അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. പിന്നെ ഞാൻ മസ്റൂറ ഫാത്തിമ എന്ന ചാനലുടമ നജ്നയെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ വീഡിയോ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം മറുപടി വീഡിയോ വന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഞാൻ അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണില്ല, ചിന്തിക്കണില്ല എന്നൊക്കെയാണ് പറയണത്. അൽഹംദുലില്ലാ, നല്ലത്. പിന്നെ ഞാൻ അവളെ പരാതികൾ കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം ഒരു നല്ല ഡ്രസ്സ് ഇട്ട് നടക്കാൻ പറ്റില്ല, കണ്ണ് ഇടാൻ പറ്റില്ല, പൗഡർ ഇടാൻ പറ്റില്ല, ഒറ്റയ്ക്ക് എവിടെയും പോകാൻ പറ്റില്ല, അപ്പൊക്കെ പലതും. പിന്നെ അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. കാരണം നമ്മളെ കൂടെ നമുക്ക് ഒരു കൂടെ കൂട്ടിയിട്ട് പോകാനും വരാനും ഒരു ഭർത്താവില്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടെ എന്നല്ല എവിടെയും. ഇപ്പോൾ ഒരു സെമിത്ത വീഡിയോ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിക്കൾ എന്ന് പറഞ്ഞിട്ട് അതിനൊരു സ്വൈരം കൊടുക്കണില്ല എന്ന് പറയണം. ഭർത്താവില്ല. അപ്പം അത് നമ്മുടെ നാട്ടിലുള്ളൊരു ഇതാണ്. കാരണം ഞാൻ എല്ലാവരെയും പറയല്ല, എന്നാൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. പിന്നെ ഇവളൊരു തെറ്റ് ചെയ്തെന്ന് വെച്ചാൽ എല്ലാ ഫോൺ നമ്പർ അതിൻ്റെ ഉള്ളിൽ ഇട്ടുപോയി, അതൊരു പ്രശ്നമാണ്. പിന്നെ അതുകൊണ്ട് പരമാവധി എന്നല്ല അവൾ വീഡിയോയിലൊക്കെ നല്ല പച്ചക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രാത്രിയൊക്കെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള വിവാഹം മാതിരിയാണോ ഇപ്പോൾ എന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അന്ന് ശരിയാണ്, കാരണം പറയുന്നത് ശരിയാണ്. എല്ലാവരും യുദ്ധത്തിന് പോയപ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ട ആൾക്കാരുടെ ഭാര്യമാരൊക്കെ വിധവകളായിപ്പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇസ്ലാമിൻ്റെ ഇതിന് വേണ്ടിയിട്ടുമൊക്കെയാണ് അവർ 1, 2, 3, 4, 7 ഒക്കെ കെട്ടിയത്. സമ്മതിച്ചു ഞാൻ, ആ കാര്യം ഞാൻ സമ്മതിക്കണം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, 5 വയസ്സുള്ളൊരു കുട്ടീനോട് പറയുകയാണെങ്കിലും ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അത് ശരിയാണ്. കാരണം നബിയുടെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയാണ് ഉണ്ടായതും അങ്ങനെയാണ് ഉണ്ടാവേണ്ടതും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അതായത് എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പണ്ഡിതന്മാർ മതപ്രഭാഷണം വയ്ക്കുമ്പോൾ അതൊക്കെ കാണാം. കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് യൂട്യൂബ് തുറന്നാൽ തന്നെ അതിന് കാണാം. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ അൻസാരി ഉസ്താദിൻ്റെ മതപ്രഭാഷണം കേൾക്കുക എന്നുള്ളത്. അൻസാരി ഉസ്താദ് ഉരുളക്കുപ്പേരും അരി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത് ആ ഉസ്താദിൻ്റെ പ്രസംഗമൊക്കെ മറ്റുള്ളവരെ ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ എല്ലാവരും ഇഷ്ടമാണ്. മതപ്രഭാഷണം എന്ന് പറയുന്നത് ഒരേ വ്യക്തിക്കുള്ളതല്ലല്ലോ, അത് പറയുന്നവരെല്ലാം എനിക്കിഷ്ടം തന്നെയാണ്. അപ്പോൾ ഈ 4, 3, 7 കെട്ടുന്നതിൻ്റെ കാലഘട്ടം, അന്നത്തെ കാലഘട്ടം അതായിരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടം 4, 3, 7 ഉള്ള കാരണങ്ങൾ അതല്ല. കാരണം നബിയുടെ കാലത്തുള്ള ഒരു വിവാഹത്തിന് ഒരു പെണ്ണിനെ കല്യാണം അന്വേഷിച്ചൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എത്ര പവൻ്റെ ഉരുപ്പടി തരും, എത്ര ലക്ഷം അച്ചാരം വെക്കും എന്ന് ആരും ചോദിച്ചതായിട്ട് ഒരു പണ്ഡിതന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇനി ആർക്കും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല കേട്ടോ, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. കാരണം അന്നത്തെ കാലത്ത് ഉണ്ടായത് ശരിയാണ്, സ്ത്രീക്ക് സ്ത്രീധനം കൊടുത്തിട്ടാണ് വിവാഹം കഴിച്ചിരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് അതല്ല, ഇന്ന് തിരിച്ചങ്ങട്ടാണ്. കാരണം മഹർ എന്ന് പറയുന്ന സാധനം കൊടുന്നിടണമെങ്കിൽ അതിലങ്ങട്ടാണ്. പക്ഷെ അതിലും ചില നാടുകളൊക്കെ മാറി. തീർച്ചയായിട്ടും ഞാനത് അഭിമാനത്തോടെ പറയും, എൻ്റെ മലപ്പുറം നാട് മാറി എന്നുള്ളത്. കാരണം ഈ മലപ്പുറത്ത് വന്നിട്ട് അച്ചാരം വെക്കുക, ഉരുപ്പടി, ഇതൊന്നും പറഞ്ഞ ഇവർക്ക് ആർക്കും അറിയില്ല. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരെങ്കിലും മലപ്പുറത്തുകാരെ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ച് നോക്കി. ഉരുപ്പടി, അച്ചാരം വെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊന്ന് ചോദിച്ച് നോക്കി. കാരണം ഇല്ല. അപ്പം ഞാൻ പറയണ ഈ 3, 4 കെട്ടേണ്ടി വരുന്നത് അതും ഒരു കാരണമാണെന്ന് ഞാൻ പറയണത്. കാരണം നമ്മളെ പെൺകുട്ടികൾക്ക് ഇവിടെ 25 പവനോ 5 ലക്ഷമാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പോയാൽ അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങോട്ടാണ് പോവുക. അത് ശരിയല്ലേ?
പക്ഷെ നബിയുടെ കാലത്ത് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നോ? ഒരച്ചാരം വെപ്പോ ഒരു ഉരുപ്പടി ചോദിക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞ് പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ കുട്ടിക്ക് സ്വർണം വേണമെന്നോ അല്ലെങ്കിൽ വിവാഹ ദിവസം തന്നെ പെൺകുട്ടീനെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ പെൺകുട്ടിയുടെ മാമിക്ക് അതേമാതിരി തന്നെ സഹോദരിക്ക് ഒക്കെ സ്വർണ്ണം ഇട്ട് കൊടുക്കണമെന്നോ ഉള്ള വല്ല നിയമങ്ങളും ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരു പണ്ഡിതന്മാരും പറയണേ ഞാൻ കേട്ടിട്ടില്ല. എല്ലാ പണ്ഡിതന്മാരും പറയണേ ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. എനിക്കറിയില്ല ഇനി വേറെ കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതാരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇത് അന്നത്തെ കാലത്ത് 4 എണ്ണം കെട്ടിയത് ഇങ്ങനെയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതും ഞാൻ വിരോധത്തിൽ പറയുകയല്ല, ശരിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു വിരോധാഭാസം കൂടി അതിനുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഉരുപ്പടി അച്ചാരം സത്യമല്ലേ ഞാൻ പറയണത്? അപ്പോൾ അത് നമ്മളെ നാട്ടിൽ നിന്നും എന്ന് നശിച്ചു പോണോ ഈ സ്ത്രീധനം എന്നുള്ള വിപത്ത്, അന്നേ നമ്മളെ നാട്ടിൽ കല്യാണങ്ങളൊക്കെ ഒന്നുമ്പോൾ നിൽക്കുള്ളൂ. അങ്ങനെയും വരാം, പല പ്രശ്നങ്ങളും അങ്ങനെയും വരാം. എത്ര പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യണങ്ങൾ കാണുന്നില്ലേ? എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യണം കാണുന്നുണ്ടല്ലോ നമ്മൾ. ഏതായാലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചത് പറയണേ, നെജില എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യും പടച്ചോനെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അതിൽ തന്നെ തുടങ്ങി. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തത്. പക്ഷേ ഇല്ല, അതിൻ്റെ അടിയിൽ വന്ന് ഇത്ത എന്നൊരു കമൻറ്റ് മാത്രം ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കാരണം ഞാൻ ദ്രോഹിക്കാൻ വേണ്ടി ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്യണില്ല. എൻ്റെ അത് ഉദ്ദേശമല്ല. ഇനി ആര് തന്നെയാണെങ്കിലും ഇങ്ങനെയല്ല അങ്ങനെയാണ് സത്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് വിശ്വസിക്കുകയും ചെയ്യും. എനിക്കറിയാവുന്നതാണെങ്കിൽ. കാരണം വേറൊരാൾ വന്നിട്ട് നമ്മളോട് പറയും അതല്ല സത്യം, ഇതാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എനിക്കറിയുന്നിടത്തോളം കാലം ഞാനത് വിശ്വസിക്കില്ല. കാരണം നമ്മളെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പറയും. അല്ലാത്തടത്തോളം കാര്യം എന്നെക്കൊണ്ട് പറയാൻ നിവൃത്തിയില്ല. അതല്ല ഇതാണ് സത്യം എന്ന് പറയാൻ നിവൃത്തിയില്ല. പിന്നെ നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകണു എന്ന് മാത്രം. അപ്പോൾ ഇനിയൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ എൻ്റെ വീഡിയോയുടെ സമയം മാറ്റി. ഇതുവരെ 6:30 കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നത്, അപ്ലോഡ് ചെയ്തിരുന്നത്. ഇനിയൊരു 4:30-5 ഇടക്കാക്കാമെന്ന് വിചാരിക്കണം. 4:30-5 ഇടയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുക, വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയാനല്ല, എല്ലാവർക്കും സമയത്തിലേക്ക് നോക്കട്ടോ. കൂടുതലായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അപ്ലോഡായില്ലെങ്കിലോ നമുക്കൊക്കെ കുറച്ച് നെറ്റുള്ളൂ, GB ഒക്കെ കുറച്ചുള്ളൂ. അപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലുമൊക്കെ അപാധകളോ വിഷമങ്ങളോ ഒക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ചിലപ്പോൾ എങ്ങനെ ഈ സോറിയോ അല്ലെങ്കിൽ ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എപ്പോഴും എനിക്കൊരാൾ വന്നിട്ട് മെസ്സേജ് ചെയ്യും, അടിമത്തം ഹലാലാണോ ഹറാമാണോ എന്ന്. ഞാൻ 2-3 പ്രാവശ്യം അതിന് മറുപടി കൊടുത്തു. ഇപ്പോൾ ഞാനതിന് കൊടുക്കാറില്ല. ഞാൻ കണ്ടാലും വായിച്ചിട്ട് ഞാൻ ചിരിച്ചിട്ടാണ്ട് ഒഴിവാക്കും. കാരണം എന്താപ്പോൾ ഞാനതിന് മറുപടി കൊടുക്കുക? എനിക്ക് എൻ്റെ ചിന്തയിൽ ചിന്തിച്ചിട്ട് എനിക്കൊരു ഇതേ തോന്നുള്ളൂ. കാരണം ഓരോ വീഡിയോൻ്റെ ഇതിലും ഇടയിലും ഞാൻ പറയുന്നുണ്ട്, ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന്. അതെൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറിയതാണ്. ഇപ്പോഴെന്നല്ല, പണ്ടാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്. കാരണം എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടൊരാൾ വേദനിക്കരുത് എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. അതെന്നെ കൊണ്ട് പറഞ്ഞ് നിൽക്കാൻ പറ്റാത്തൊരിതാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവും, പിൻവാങ്ങും. അവിടെ ഞാൻ വാശി പിടിച്ച് മസിൽ പിടിച്ച് ഞാനേ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കില്ല. കാരണം എനിക്കറിയാം അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ 1-2 പറഞ്ഞത് വലുതാകുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പിൻവാങ്ങും. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സോറിയും ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നത് കൊണ്ടാവാം ഈ മനുഷ്യൻ വന്ന് വീണ്ടും ഈ അടിമത്തം ഹലാലോ ഹറാമോ എന്ന് ചോദിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആ മനുഷ്യനെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ പറയണം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഈ വീഡിയോയിൽ വന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്നത് അടിമയായതുകൊണ്ടല്ല. നമ്മൾ കാരണം ആരെങ്കിലും വേദനിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറയാണ്. അത് എൻ്റെ ഒരു സ്വഭാവമാണ്.
കാരണം അത് നമുക്കിപ്പോൾ ഈ പറഞ്ഞ മാതിരി മസിൽ പിടിച്ചും കൊണ്ട് ഞാനാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമില്ലല്ലോ. അത് ചിലവരങ്ങനെ പറയുമായിരിക്കും, അത് അവരുടെ വ്യക്തിത്വം. എൻ്റെ വ്യക്തിത്വം എങ്ങനെയാണ്, അതാരോടാണെങ്കിലും, ചെറുതിനോടാണെങ്കിലും വലുതിനോടാണെങ്കിലും ഞാനങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി. അപ്പോൾ ഇനി അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഏതായാലും റംസാനൊക്കെ വരാൻ പോവുകയാണ്, നമ്മളെ പടിവാതിക്ക് എത്തിക്കണം. എല്ലാവരും എന്തെങ്കിലും എൻ്റെ അടുത്തു നിന്നൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ക്ഷമിക്കുക, പൊറുക്കുക, മാപ്പ് നൽകുക. കാരണം റംസാൻ പരിശുദ്ധ റംസാനാണ്. എല്ലാവർക്കും എല്ലാ നോമ്പും എടുക്കാം. അള്ളാഹു ആരോഗ്യം, ആയുസ്സും ആഫിയത്തും നൽകട്ടെ, ഈമാനും അതിനേക്കാൾ കൂടുതൽ നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.